ദേ നമ്മുടെ ട്രൂറോയിൽ ഒരു കേരള റെസ്റ്റോറന്റ് തുടങ്ങിയിട്ടുണ്ട് അത്രേ. അപ്പൊ പിന്നെ അവിടെ വരെ ഒന്ന് പോവാതിരുന്നു കഴിഞ്ഞാൽ അത് നമ്മൾ മലയാളികൾക്ക് ഒരു ക്ഷീണമല്ലേ. കോക്കോ മേപ്പിൾ എന്നാണ് റെസ്റ്റോറന്റിന്റെ പേര്. ഇവിടെ എന്താന്ന് വെച്ചാൽ നമ്മുടെ ഫുഡ് മാത്രമല്ല, ഇവിടെ കനേഡിയൻ ഫുഡും കിട്ടുവേ. എന്തായാലും നമുക്ക് മെനു ഒന്ന് തപ്പാം. ഞാൻ കുറെ കാലമായി ഈ കൊത്തു പൊറോട്ട കഴിക്കണം എന്ന് വിചാരിക്കണം. അപ്പോൾ എന്തായാലും അതവിടെ മെനുവിൽ കണ്ടുകൊണ്ട് തന്നെ ഞാനൊരു കൊത്തു പൊറോട്ടയും ഇതും എന്തോ കോക്കോ മേപ്പിൾ സ്പെഷ്യൽ പൊറോട്ടയാണ് ഓർഡർ ചെയ്തത്. കൂടി നമ്മൾ എഗ് പഫ്സും കൂടി ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നേ. ഏകദേശം കട തുറക്കുന്ന സമയത്തായിരുന്നു ഞങ്ങൾ പോയത്. അതുകൊണ്ട് ഫ്രഷ്ലി പ്രിപ്പയർഡ് ആയതുകൊണ്ടാണോ എന്ന് അറിയില്ല, ഏറ്റവും നല്ല ചൂടുണ്ടായിരുന്നു. അങ്ങനെ ഞാനൊരു ബൈറ്റ് എടുത്ത് നോക്കി. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. നമുക്ക് ടിപ്പിക്കലി നാട്ടിൽ നിന്ന് കിട്ടുന്ന പോലത്തെ ഒരു ടേസ്റ്റ് അല്ല, എന്നാലൊരു ഡിഫറെന്റ് ടേസ്റ്റ് ആയിരുന്നു, കൊള്ളായിരുന്നു. പഫ്സ് കഴിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഇത് നമ്മുടെ കൊത്തു പൊറോട്ടയും കോക്കോ മേപ്പിൾ സ്പെഷ്യൽ പൊറോട്ടയും വന്നിട്ടുണ്ട്. ഇത് കണ്ടപ്പോൾ എനിക്ക് പെട്ടെന്ന് കിഴിപ്പൊറോട്ട ഇട്ടാ തോന്നിയ. സാധാരണ കിഴിപ്പൊറോട്ട വാഴയിലാണ് ഉണ്ടാവുക, ഇത് ഫോയിലാണ്. അത്രമാത്രം എനിക്ക് ഡിഫറൻസ് തോന്നിയിട്ടുണ്ടായിരുന്നുള്ളൂ. ഇത് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് ബീഫായിരുന്നു. എനിക്ക് പൊതുവേ ബീഫ് കഴിച്ചാൽ വയറുവേദന വരുന്നതുകൊണ്ട് തന്നെ ഞാനൊരു 1-2 പീസ് മാത്രമേ ടേസ്റ്റ് ചെയ്തുള്ളൂ. കുറച്ച് ഡ്രൈ ആയിരുന്നു, പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ എന്റെ ചിക്കൻ കൊത്തു പൊറോട്ട അതെനിക്ക് നന്നായി ഇഷ്ടപ്പെട്ടു. നല്ല ചൂടിലായിരുന്നു കേട്ടോ ഫുഡൊക്കെ സെർവ് ചെയ്തിട്ടുണ്ടായിരുന്നത്. കമ്പാരിറ്റീവ്ലി എനിക്ക് ചിക്കൻ കൊത്തു പൊറോട്ടയാണ് കൂടുതൽ ഇഷ്ടപ്പെട്ടത്. അതിൽ ബീഫൊക്കെ അവൈലബിൾ ആണ്. കോക്കോ മേപ്പിളിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ് നമ്മുടെ കേരള ഗ്രോസറി സ്റ്റോർ വരുന്നത്. ഇവിടെ വരെ വന്ന സ്ഥിതിക്ക് അവിടെ കയറാത്ത പോകാൻ പറ്റില്ലല്ലോ. എന്തായാലും ഓണമൊക്കെ വരുന്നതുകൊണ്ട് തന്നെ കുറച്ച് സാധനങ്ങളും കൂടി വാങ്ങിക്കാനുണ്ടായിരുന്നു. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് നേരെ ഗ്രോസറി സ്റ്റോറിലോട്ട് പോവാം. വാങ്ങിക്കില്ലെങ്കിലും എനിക്കെല്ലാം ഒന്ന് തുറന്നു നോക്കി കാണുന്നത് ഭയങ്കര ഒരു സന്തോഷമുള്ള കാര്യമാണ്. അതുകൊണ്ട് ഞാൻ നല്ല ഫ്രഷ് വെജിറ്റബിൾസ് ഒക്കെ ഒന്ന് കണ്ടു, ഒന്നും വാങ്ങിച്ചില്ല. ഫ്രോസൺ സെക്ഷനിലേക്ക് പോയപ്പോൾ അവിടെ ഇരിക്കണു നമ്മുടെ പഴംപൊരി. അങ്ങനെ ഞാൻ പഴംപൊരി വാങ്ങിച്ചു. പിന്നെ കുറച്ച് പൊടികളും കാര്യങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു, അതെല്ലാം വാങ്ങിച്ചു. 2-3 എസ്സേസ് പേപ്പർ വാഴയിലും കൂടി വാങ്ങിച്ചു. തിരിച്ച് വീട്ടിൽ പോവാണ്. പോകുന്ന വഴി നല്ല കോമഡി ആയിരുന്നു. ആദ്യം നല്ല വെയിൽ, കുറച്ച് കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് നന്നായി മഴ പെയ്യാൻ തുടങ്ങി. അപ്പം ഇനിയിപ്പോൾ മഴയാവുമെന്ന് വിചാരിച്ചിരുന്നപ്പോഴാണെങ്കിലോ 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ വീണ്ടും വെയിൽ. അങ്ങനെ ഒരു ഷിഫ്റ്റ് ആയിരുന്നു വെതർ. എന്തായാലും അത്രയൊക്കെ ഉള്ളൂ. ഇനി നെക്സ്റ്റ് ഒരു വീഡിയോയിൽ കാണുന്നവരെല്ലാവർക്കും ബൈ.